നമസ്കാരം. 2016 നടന്ന ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ഇപ്പോൾ അനാവരണം ചെയ്യപ്പെടുകയാണ്. ഓസ്ട്രേലിയയിലാണ് സംഭവം നടന്നത്. ഒരു 81കാരൻ കൊല്ലപ്പെടുന്നു. കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സംഭവ സ്ഥലത്തെത്തിയ മരിച്ചയാളിൻ്റെ പേരക്കുട്ടി 19കാരി വല്ലാതെ നിലവിളിക്കുകയും ദുഃഖം പ്രകടിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നു. ഒടുവിൽ ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് കണ്ടെത്തുന്നു ഈ പെൺകുട്ടിയാണ് മുത്തച്ഛനെ പണത്തിന് വേണ്ടി കൊന്നത് എന്ന്. ഈ കൊലയാളിയുടെ അമ്മ തന്നെയാണ് ഇപ്പോൾ അന്ന് നടന്ന സംഭവവികാസങ്ങൾ ഒരു ഓസ്ട്രേലിയൻ മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിലാണ് ഈ സംഭവം അന്ന് നടന്നത്. ഈ പെൺകുട്ടി ഇപ്പോൾ ജയിലിലുമാണ്. അന്ന് 19കാരിയായിരുന്ന ബ്രിട്ടനി ജോർജ് ദയർ ആണ് സ്വന്തം മുത്തച്ഛനെ കുത്തിക്കൊന്ന് പണം അപഹരിക്കാൻ ശ്രമിച്ചത്. ബ്രിട്ടനിയുടെ മുത്തച്ഛനായ 81 വയസ്സുള്ള റോബർട്ട് വൈറ്റ് വെല്ലിനെയാണ് കഴുത്തിലും നെഞ്ചിലും കുത്തിപ്പരിക്കേൽപ്പിച്ച് പേരക്കുട്ടി കൊന്നത്. കൊല്ലപ്പെട്ട റോബർട്ട് വൈറ്റ് വെല്ലിന് ബാങ്കുകളിൽ വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് $1,00,000 അദ്ദേഹം പണമായി തന്നെ കയ്യിൽ വെച്ചിരുന്നു. ഇത് വീട്ടിലെ പൂന്തോട്ടത്തിനടുത്തുള്ള ചെറിയൊരു ഷെഡിൽ ഒരു പാഡ്ലോക്കും പൂട്ടും ഉപയോഗിച്ച് പൂട്ടി ഭദ്രമായി വെച്ചിരിക്കുകയായിരുന്നു ഇദ്ദേഹം. കൊച്ചുമകൾക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ട് എന്നറിയാമായിരുന്നു എന്നുള്ളതല്ലാതെ ഇത് എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയില്ലായിരുന്നു. ഇതിൻ്റെ ഭാഗമായി ആദ്യം ഒരു സുഹൃത്തുമൊത്ത് മുത്തച്ഛനെ കാണാനും അദ്ദേഹത്തെ കൊന്നിട്ടായാലും കവർച്ച നടത്താനും തീരുമാനിച്ച് എത്തിയിരുന്നു. എന്നാൽ അന്ന് ഈ ശ്രമം വിജയകരമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പിന്നീട് മറ്റൊരു കൂട്ടുകാരിയും കൂട്ടിയാണ് ബ്രിട്ടനി മുത്തച്ഛനെ കാണാനെത്തിയത്. കൂട്ടുകാരി പുറത്തുള്ള കാറിൽ വിശ്രമിക്കുകയായിരുന്നു. വീട്ടിലെത്തിയ ബ്രിട്ടനി മുത്തച്ഛൻ്റെ കുശലങ്ങൾ അന്വേഷിക്കുകയും മുത്തച്ഛൻ്റെ മുറിയിൽ തന്നെ ഉള്ള കട്ടിലിരുന്ന് പഴയ കുടുംബ ആൽബമൊക്കെ കാണുകയും ചെയ്തിരുന്നു. പിന്നീട് യാത്ര പറഞ്ഞ് പോകാനിറങ്ങിയ ബ്രിട്ടനിയെ യാത്രയേക്കാൻ മുത്തച്ഛൻ വാതിലോളം എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് മുത്തച്ഛനെ കുത്തുകയായിരുന്നു. കഴുത്തിലും നെഞ്ചിലും കുത്തേറ്റ ഈ മുത്തച്ഛൻ കസേരയിലേക്ക് തളർന്ന് വീഴുകയായിരുന്നു. പിന്നീട് അദ്ദേഹം മരിച്ചു. അവിടെ നിന്ന് കൂട്ടുകാരിക്കൊപ്പം ബ്രിട്ടനി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ മുത്തച്ഛനെ കൊന്നതിന് ശേഷം അവിടെ ആകെ പരിശോധിച്ചു എങ്കിലും ആകെ കിട്ടിയത് മുത്തച്ഛൻ്റെ പേഴ്സിലുണ്ടായിരുന്ന $1000 2 ഡിജിറ്റൽ ക്യാമറകളും മാത്രമാണ്. വൻ തുക ഒന്നും തന്നെ ഇവർക്ക് അവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. മുത്തച്ഛൻ എവിടെയാണ് ഈ പണം ഒളിപ്പിച്ച് വെച്ചിരുന്നത് എന്നുള്ള കാര്യം ബ്രിട്ടനിക്ക് കൃത്യമായി അറിയില്ലായിരുന്നത് കൊണ്ട് തന്നെ കിട്ടിയ പണവുമായി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ബ്രിട്ടനിയുടെ അമ്മ ടോണിയ മുത്തച്ഛൻ മരിച്ചു എന്ന വാർത്ത ഫോണിലൂടെ അറിയിച്ചപ്പോൾ ബ്രിട്ടനി പൊട്ടിക്കരയുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് മുത്തച്ഛൻ്റെ മൃതദേഹം കാണാനെത്തിയ ബ്രിട്ടനി വലിയ നിലവിളിയൊക്കെ നടത്തി ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 2 ആഴ്ചയോളം മുത്തച്ഛൻ മരിച്ച ദുഃഖത്തിൽ ബ്രിട്ടനി കുളിക്കുകയോ മുടി ഓതുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല എന്നാണ് അമ്മയായ ടോണിയ പറയുന്നത്. അത്രത്തോളം ദുഃഖം തനിക്കുണ്ട് എന്ന് ചുറ്റുമുള്ളവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ബ്രിട്ടനി. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഒരു ദിവസം പോലീസിൽ നിന്ന് ടോണിയയ്ക്ക് ലഭിച്ച ഫോൺ കോൾ പ്രകാരം അവരുടെ മകൾ മുത്തച്ഛനെ കൊല നടത്തിയതിന് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതായിരുന്നു. ആദ്യം ടോണിയയ്ക്കും ഇക്കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പോലീസ് വളരെ കൃത്യമായി തന്നെ ഈ കൊലപാതക പദ്ധതിയുടെ ആസൂത്രണം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഒടുവിൽ ഈ പേരക്കുട്ടി നിയമത്തിൻ്റെ പിടിയിലാവുകയും ചെയ്തിരുന്നു. ബ്രിട്ടനിക്ക് 21 വർഷം കഠിന തടവാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ഒരു കാരണവശാലും പരോൾ അനുവദിക്കുകയില്ല എന്നും വിധിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇവരുടെ കൂട്ടാളിയായ പെൺകുട്ടിയേക്ക് 13 വർഷം തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊലപാതകം നടത്തുന്നതിന് തൊട്ട് മുമ്പ് ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതായി സംശയിക്കപ്പെടുന്നുണ്ട്. കാരണം സ്വന്തം മുത്തച്ഛനെയാണ് കൊല്ലാൻ പോകുന്നത് എന്ന കാരണം കൊണ്ട് തന്നെ ഒരു ആത്മധൈര്യം കൈവരിക്കാനായിരിക്കാം ഒരുപക്ഷെ ഇവർ അന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ചത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. അമേരിക്കയിലെ ഹൊറർ പരമ്പരയായ മക്കാബാർ ടെലിവിഷൻ ഷോയിൽ നിന്നാണ് തനിക്ക് ഇക്കാര്യത്തിൽ പ്രചോദനം ലഭിച്ചത് എന്നാണ് ബ്രിട്ടനി പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത്. ഇത്തരത്തിലൊരു സംഭവം നടന്നതായി അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ബ്രിട്ടനിയുടെ തന്നെ അമ്മയായ ടോണിയയാണ് ഒരു ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത്.